മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ നമ്മൾ ചിന്തിക്കണം. ഒരാൾ അള്ളാന്റെ പൊരുത്തമില്ലാത്ത ഒരാളെങ്കിലും ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അതിന്റെ കുരുത്തക്കേട് ആ സൊസൈറ്റി മുഴുവനും അനുഭവിക്കുന്നല്ലേ എന്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കും. അപ്പൊ വളരെ ആലോചിക്കണം. ഇതിന്റെ പേരിൽ ഇഷ്ടം പോലെ ആളുകൾ മദ്യാസക്തിയും ലോട്ടറി താല്പര്യവും ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കണം. 99% 100% എന്ന് പറയാ മുസ്ലിമീങ്ങൾ മാത്രം അധിവസിക്കുന്ന ചില മഹല്ലുകളിൽ ഇതിന്റെ റാക്കറ്റുകൾ പിടിയമർത്തിയിരിക്കുന്നു. മദ്യപാനവും ലോട്ടറിയും. നേരം വെളുത്താൽ ലോട്ടറിക്കാർ വരും. അതുതന്നെ വൈകുന്നേരം കഴിഞ്ഞ് നേരം വെളുത്താൽ പിന്നെ ആവശ്യക്കാർക്ക് കുപ്പിയെടുത്ത് വിൽക്കാം. ഒരു മഹല്ലിൽ 100% എന്ന് പറയാവുന്ന വിധത്തിൽ മുസ്ലിമീങ്ങളുള്ള ഒരു മഹല്ലിലെ ഒരു കുടുംബത്തിന്റെ ഉപജീവനം, കുടുംബനാഥൻ നേരം വെളുത്താൽ ഒരു ചാക്കും കൊണ്ട് പുറത്തിറങ്ങും. 100% എന്ന് പറയാവുന്ന വിധത്തിൽ മലപ്പുറം ജില്ലയിൽ 100% എന്ന് പറയാവുന്ന വിധത്തിൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മഹല്ലിലെ ഒരു കുടുംബത്തിന്റെ ഉപജീവനം, കുടുംബനാഥൻ നേരം വെളുത്താൽ ഒരു ചാക്കും കൊണ്ട് പുറത്തിറങ്ങും. എന്തിന്? ആ ചാക്കും കൊണ്ട് പുറത്തിറങ്ങിയാൽ ഇങ്ങനെ പുഴയുടെ കരയില്, റോട്ടിന്റെ സൈഡില്, പീടികയുടെ ബാക്കില് ഒക്കെ ഇങ്ങനെ അയാൾ ഇങ്ങനെ തെരഞ്ഞാൽ അയാളുടെ ചാക്ക് നിറയെ അയാൾക്ക് കുപ്പി കിട്ടും. അത് കൊണ്ടുപോയി വിറ്റാൽ ആ കുടുംബ ഉപജീവനം കഴിക്കും. 100% മുസ്ലിമീങ്ങൾ എന്ന് പറയാവുന്ന ഒരു മഹല്ല്. ഞാൻ പേര് പറയൂല. നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകൊണ്ട് മുടങ്ങരുതെന്ന് വിചാരിച്ച് പേര് പറയില്ല. 100% മുസ്ലിമീങ്ങളുടെ ഒരു മഹല്ല്. വളരെ നമ്മൾ ചിന്തിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊന്നും നിസ്സാരമായി കാണരുത്. മദ്യപാനവും ലോട്ടറിയും സമൂഹമാകെ എന്ന് വ്യാപിച്ചിരിക്കുന്നു. എവിടെയും ഇങ്ങനെയുള്ള സ്വപ്നത്തിന്റെ പിന്നാലെയുള്ള മനുഷ്യന്മാർ, എവിടെയും വിഷയം സ്വപ്നം പേറി അങ്ങനെ നടക്കുക. നിർമ്മാണങ്ങൾക്കില്ല, ഒരു കർമ്മം അവർ ചെയ്യൂല. പിന്നെ അവർ ഇത് ചെയ്യും, ഇങ്ങനെ ഈ ഊഹക്കച്ചവടങ്ങൾ നടത്തും, പണം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉത്തരവാദിത്തോടെ തന്നെ പറയാനല്ല, ഇല്ല, മാഫിയയാണ്. ആരാ പറയുന്നത്? മുഖ്യമന്ത്രി പറയാ ലോട്ടറിയും മദ്യാസക്തിയും ഒരുപോലെയാണ്. ഈ കേരളം ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യദിന സന്ദേശമാണത് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം മദ്യാസക്തിയിൽ നിന്നും ലോട്ടറി ഭ്രമത്തിൽ നിന്നും മാറി നിൽക്കണം. ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് നിയമം കൊണ്ട് അവർ കൈകാര്യം ചെയ്യാനോട്ട് തയ്യാറുമല്ല. അപ്പോൾ ഗൗരവം എത്രയാണ്? ഇതൊക്കെ നേരത്തെ ആലിമീങ്ങൾ പറഞ്ഞിരുന്നു. സ്വപ്നത്തിന്റെ പിന്നാലെ ഒരാളും യാത്ര ചെയ്യരുത്. ഒരു പ്രശ്നം വെക്കൽ, അമ്പ് നോക്കിയറിയൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അല്ലാഹു തആല നിഷേധിച്ചിരുന്നു, വിരുദ്ധമാക്കിയിരുന്നു, അല്ലാഹു നിരാകരിച്ചിരുന്നു. അതാണ് വൽഅൻസാബു വൽഅസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. അതൊക്കെ പിശാചാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ പിശാചിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമാണ്. 200 രൂപയ്ക്ക് പണിയെടുത്താൽ 100 രൂപയ്ക്ക് കള്ളുടിക്കാം, 100 രൂപയ്ക്ക് ലോട്ടറി എടുക്കാം. എത്ര? 200 രൂപയ്ക്ക് പണിയെടുത്താൽ 100 രൂപയ്ക്ക് കള്ള്, 100 രൂപ ലോട്ടറി. ചാലിയാറിന്റെ തീരത്ത് ഇഷ്ടം പോലെ ഒരു ദിവസം നേരം വെളുത്താൽ 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് ഒരു തൊഴിലാളിക്ക് കിട്ടൽ സർവ്വസാധാരണയാണ്. എവിടെ പാണോ? എവിടെ? ഒരു ദിവസം 1500 1000 രൂപയ്ക്ക് അധ്വാനിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ. പക്ഷേ എന്ത് ചെയ്തു? അത് അനർഹമായ രൂപത്തിൽ ചെലവഴിച്ചപ്പോൾ മണലിൽ നിയന്ത്രണം വന്നു. അല്ലാഹു റഹ്മത്തിൽ എടുത്തു കളഞ്ഞില്ലേ? ഇപ്പോൾ വലിയ ആപത്തല്ലേ, വലിയ പ്രശ്നല്ലേ? മണൽ മേഖല പ്രതിസന്ധി നേരിടല്ലേ? എന്തേ? ധനമുണ്ടാക്കാമെങ്കിൽ ഒരാൾ ഗൾഫിൽ പോയി മാന്യമായി തൊഴിൽ കിട്ടിയാൽ ഒരു 12000 11000 12000 രൂപ ശമ്പളം കിട്ടും. അതിൽ അയാളെ ചെലവും കഴിയണം. എന്നാൽ ഒരാൾ മണൽ തൊഴിലാളിയാണെങ്കിലോ മര്യാദക്ക് മണലിന്റെ ഒരു നല്ല കാലഘട്ടം അവിടെ കഴിഞ്ഞുവല്ലോ. ആ പണം കൊണ്ട് വലിയ പണം ഉണ്ടാക്കിയിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? കുറഞ്ഞ പൈസ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊടുത്തു, ബാക്കി കള്ളുടിച്ചു. ആര്? മാപ്പിളാര്. ബഹുമാനപ്പെട്ട ചില മഹല്ലുകൾ ലോട്ടറിയും എടുത്തു, ലോട്ടറിയും കള്ളും. ഇത് തന്നെ ചില ബഹുമാനപ്പെട്ട മഹല്ലുകൾ
വളരെ ബഹുമാനപ്പെട്ട ചില മഹല്ലുകൾ ഇതന്നെ. ഇവിടെ അടുത്തുള്ള വളരെ ബഹുമാനപ്പെട്ട ഒരു മഹൽ. ആ മഹലിന്റെ പേര് കേട്ടാൽ അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ചില മഹാന്മാർ കാരണം റളിയല്ലാഹു അൻഹു എന്ന് പറയും. അങ്ങനത്തെ ഒരു മഹല്ല്. ആ മഹല്ലിൽ ചെന്നപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ഇത് മാത്രം പറഞ്ഞാൽ മതി, ചെറുപ്പക്കാർ അതിന്റെ പിന്നാലെയാണ്. ഇവിടെ അടുത്തൊരു മഹല്ല്, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഒരു മഹല്ല്, ഇങ്ങനെ പോയാൽ ഒരു മഹല്ല്. ആ മഹല്ലിൽ വളരെ ബഹുമാനികളായ ചില ആളുകൾ മുമ്പ് പാർത്തിരുന്ന കാരണത്താൽ ആ മഹലിന്റെ പേര് കേട്ടത്തിന് നമുക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങനത്തെ ചില മഹല്ലുകള്. ആ മഹല്ലിൽ ചെറുപ്പക്കാർക്ക് ഇതേ പണിയുണ്ടോ? ഈ കള്ളുടെയും ഈ ലോട്ടറിയും മണലും ആരും വേറൊന്നുമില്ല. ചെറുപ്പക്കാര് സ്വപ്നത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും പിന്നാലെയായിരിക്കുന്നു. അതുകൊണ്ട് കുറഞ്ഞ ആളുകളുടെ തൊഴിലല്ല സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. ജനങ്ങൾ എന്തായിപ്പോയി? ഒരു ജനത, കേരളത്തിലെ മൊത്തം ജനതയുടെ വലിയൊരു ഭാഗം ആളുകളും ഇങ്ങനായ സ്ഥിതിക്ക് വളരെ ചില്ലറ ശതമാനം വരുന്ന ജനങ്ങളുടെ തൊഴിൽ എന്നല്ലതിൽ കാണേണ്ടത്. സർക്കാർ ഇതിൽ തീരുമാനമെടുക്കണം. മറ്റുള്ളവരെ അധിവസിപ്പിക്കാൻ മേഖലകൾ ഉണ്ടാക്കണം. ഉണ്ടാവുമല്ലോ. നിർമ്മാണങ്ങൾ നടത്താൽ, കൃഷി നടന്നാൽ ഇനി എത്ര ആൾക്ക് ഇവിടെ തൊഴിൽ വരും? ഏറ്റവും ചുരുങ്ങിയത് ആ റോഡ് സൈഡ് ചെത്തി വൃത്തിയാക്കുന്ന ഈ പെണ്ണുങ്ങളെ മാത്രം നമ്മള് തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ ഈ റോഡ് ചെത്താൻ പെടുന്ന ഈ പെണ്ണുങ്ങളെ മാത്രം കാർഷിക മേഖലയിലേക്ക് ഇറക്കിയാൽ പുതിയ പ്രൊഡക്ഷൻ എത്ര ആൾക്ക് തൊഴിലുണ്ടാവും നമ്മുടെ നാട്ടിൽ? അതോടനുബന്ധിച്ച് തൊഴിൽ എത്ര ആൾക്ക് വരും? ഒരാള് ഒരു കൃഷി നട്ടാൽ പ്രത്യക്ഷമായി 10 ആൾക്ക് തൊഴിലുണ്ടാകുമെന്ന് പുണ്യനബി. ഒരാള് ഒരു കൃഷി നട്ട്, ഒരു തൈ നട്ട് പിടിപ്പിച്ചാൽ പ്രത്യക്ഷമായി 10 ആൾക്കെങ്കിലും തൊഴിൽ വരുമെന്ന് പുണ്യനബി. ഇല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ വ്യത്യാസം കൊണ്ടുവന്നാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. പുനരധിവസിപ്പിക്കാൻ പറഞ്ഞാൽ മേപ്പെട്ട് നോക്കിയിരിക്കല്ല വേണ്ടത്. പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സർക്കാരിന്റെ കയ്യിൽ പരിഹാരങ്ങളുണ്ട്. ലോട്ടറി നിരോധിച്ച രാജ്യത്ത് ഏറ്റവും വലിയ കൃഷിയുണ്ടല്ലോ തമിഴ്നാട്ടിൽ. ലോട്ടറി നിരോധിച്ചിട്ടുണ്ട്. എമ്പാട് കൃഷിയുണ്ട്. ഒരു പണിയെടുക്കില്ല, ആരും പണിയെടുക്കില്ല, പണിക്കാരും ഇല്ല. കേരളത്തിലെ ആളുകൾ അത്ര പണി. ഞാൻ പറഞ്ഞു തരാം. കേരളം എന്താ? കേരളം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കേരളം എന്ന് പറഞ്ഞ അർത്ഥം കേരളം, കേരത്തിന്റെ നാട് അല്ലേ? അവ തെങ്ങ് കൂടിയ നാട്, അവ തെങ്ങ് ഇഷ്ടം പോലുള്ള നാട് അല്ലെ? എന്നാ വാളയാർ പോയി നിൽക്കുക. ഒരു ദിവസം തഞ്ചാവൂർ തൂത്തുക്കുടിന്ന് ഒരു ദിവസം 5 ലോറി ചൂലാണ് കേരളത്തിലേക്ക് വരുന്നത്. ചൂല് തൊഴിലില്ല. എത്ര മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ അംഗങ്ങളൊക്കെ പറയാ, ഞങ്ങൾ എവിടെ പോരാ? എടാ, ചൂലുണ്ടാക്കിയ പോലെ കേരളത്തിൽ. ഈ ചൂല് കയറ്റിട്ട് കേരളം സമ്പന്നാവില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? ഏതായാലും നാളികേര മണ്ഡലമായി, എന്നാ ചൂലേക്ക് ഉണ്ടാക്കി കൂടെ. 5 ലോഡ് ചൂല്